എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നാളികേരം അരയ്ക്കാതെ തയ്യാറാക്കിയെടുത്ത ഒരു മോരുകറിയാണ്. അപ്പോൾ ഈ മോര് കാച്ചിയത് കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതാ ഞാനൊരു 4 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളകിൻ്റെ നെടുവേ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മോര് കാച്ചിയത് തയ്യാറാക്കുന്നത് മുളക് പൊടി ഒന്നും ചേർക്കാതെയാണ്. ഇനി നമുക്ക് പച്ചമുളക് ഒന്നും കൂടെ കട്ട് ചെയ്യണം. നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. 1.25 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവ. ഇത് രണ്ടും നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഞാൻ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പച്ചമുളക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ മോര് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുത്. ഇതാ നമ്മൾ ചേർത്ത് കൊടുത്ത പച്ചമുളകിൻ്റെ നിറമൊക്കെ നന്നായിട്ട് മാറി നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ വളരെ ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഞാനൊരു 12 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അരച്ചെടുക്കരുത് കേട്ടോ, നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇനി ചതച്ചെടുത്ത ഈ ഒരു കൂട്ട് നമ്മൾ മൺചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം മൺചട്ടി നന്നായിട്ട് ചൂടായിട്ടായിരിക്കും ഇരിക്കുന്നത്. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം കേട്ടോ. എന്നിട്ട് അപ്പം തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒരുപാട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ കളർ ഒന്ന് മാറുന്ന അത്രയും മതി കേട്ടോ. അപ്പം നമ്മൾ സാധാരണ മോര് കാച്ചിയത് തയ്യാറാക്കുമ്പം ചെറിയ ജീരകം ഒന്നും ചേർക്കാതെയാണ് തയ്യാറാക്കുക. പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർക്കും. ഇതൊന്നും ചേർക്കുന്നില്ല. കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അത്രയും ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടിയുടെ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. കാരണം മൺചട്ടിക്കകത്താണ് തയ്യാറാക്കണമെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് പറയുന്നത് തീ നന്നായി കുറച്ച് വെക്കണം. ഇപ്പം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മോര്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മോരെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തൈരിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് പുളിയുള്ള മോരെടുക്കരുത് കേട്ടോ. പുളി നമ്മുടെ മോരിന് കൂടിപ്പോയാൽ നമ്മുടെ മോര് കാച്ചി എടുത്താൽ അത്ര ടേസ്റ്റ് കിട്ടില്ല. ആ പുളിയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഈ മോര് നമ്മുടെ ചട്ടിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഈ ഒരു മോര് കറിയും അതുപോലെ പപ്പടോ പിന്നെ മീനൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി കേട്ടോ ചോറുണ്ണാനായിട്ട്. അത്ര ടേസ്റ്റാണ്. നാളികേരം ഒന്നും അരയ്ക്കാത്തത് കൊണ്ട് നമ്മൾക്കത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെച്ചാൽ കുറച്ച് ദിവസമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. കാരണം പുളിയുടെ ആ ഒരു ബാലൻസ് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ ഒരു മോര് കാച്ചിയത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, വയറിന് പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഇതല്ലാതെയും കുടിക്കാനായിട്ട് നല്ലതാണ്. കാരണം നമ്മളിതിനകത്തേക്ക് മുളക് പൊടിയൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട്. പിന്നെ കുറേ പേർക്കുള്ളൊരു സംശയമാണ് ഈ മോര് കാച്ചിയത് മോര് കറി ഒക്കെ തയ്യാറാക്കുമ്പം ഇത് ചൂടാക്കി കഴിഞ്ഞാൽ പിരിഞ്ഞു പോകുമെന്ന്. അങ്ങനെ പോവില്ല കേട്ടോ. തിളപ്പിക്കാതിരുന്നാൽ മതി. ചെറിയൊരു ചൂട് നമ്മുടെ ഈ മോര് കറിയിലേക്ക് ചെല്ലണം. എങ്കിലാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് കുറച്ചധികം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മോര് കറിയാണിത്. ചില സമയത്തൊക്കെ നമ്മൾ വീട്ടിൽ നോക്കുമ്പോൾ പച്ചക്കറി ഒന്നും കാണില്ല അല്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു മോര് കറി. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ആ മോര് കറിയുടെ മുകളിൽ ചെറുതായിട്ട് ഇങ്ങനെ കുമിളകൾ പോലെ വരും. തിളപ്പിക്കരുത്. ഈ സമയത്ത് നമ്മളിത് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുത്ത ഒരു മോര് കറി.
ഇതുപോലെ തയ്യാറാക്കാത്തവർ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്